ഒരു ഫീച്ചറാണ് ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഈ ബട്ടൺ. കൂടാതെ ഇതിന് നമുക്ക് ഹിൽ ഡിസെന്റ് കൺട്രോൾസ് അവൈലബിൾ ആണ്, ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. അതിനകത്തൊരു കൂൾ ഗ്ലൗ ബോക്സും അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് മുതൽ 6 എയർ ബാഗും 4 വീൽ ഡിസ്ക് ബ്രേക്ക്. നമസ്കാരം, ഞാൻ ഡെലീസ് തോമസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്താണ്. കോതമംഗലത്തുള്ള മഹീന്ദ്രയുടെ ഷോറൂമായ AMPL മോട്ടോഴ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെയുള്ളത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ സഫോമീറ്റർ SUV കാറ്റഗറിയിൽ പെടുന്ന മഹീന്ദ്ര 3XO ആണ്. ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ സെയിൽസ് കൺസൾട്ടൻ്റായ ആൽഫ ജോർജ് വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൽഫ ജോർജ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മഹീന്ദ്രയുടെ AMPL ഗ്രൂപ്പിൻ്റെ കോതമംഗലം ബ്രാഞ്ചിൽ നിന്നാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചായ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഏറ്റവും സ്റ്റണ്ണിംഗ് പെർഫോമൻസ് നൽകുന്ന മഹീന്ദ്ര XUV 3XO കുറിച്ചാണ്. ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും നിരവധി മാറ്റങ്ങളുമായിട്ടാണ് XUV 3XO ഇപ്രാവശ്യം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിരവധി വേരിയന്റുകളിൽ 3XO നമുക്ക് അവൈലബിൾ ആണ്. MX സീരീസ് എന്നും AX സീരീസ് എന്നും 2 സെഗ്മെന്റിലായിട്ടാണ് ഈ വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആൻഡ് അപ്പർ ക്ലാസ് ഫാമിലി രണ്ടുപേർക്കും ഈക്വലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണിത്. ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7,49,000 മുതൽ 15,48,000 വരെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് AX5ന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. AX7 എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ് AX5 എന്ന് പറയുന്ന വേരിയന്റ്. ഒരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് 3XO ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 3XOന്റെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് റൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ക്രോം ലൈൻസ് പോയിട്ടുണ്ട്. നടുക്ക് നമ്മുടെ മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് എംബ്ലം കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ബോൾഡ് ഗ്രിൽ കാണാം. അത് ഈ വെഹിക്കിളിന് ഒരു ബോൾഡ് ലുക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ബോണറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യാരക്ടർ ലൈൻസ് ഈ വെഹിക്കിളിന് ഒരു ബ്യൂട്ടിഫുൾ റഫ് SUV എലമെന്റ് ഫീൽ ചെയ്യിക്കുന്നു. ഹെഡ്ലൈറ്റിന്റെ ഭാഗം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു C-ഷേപ്ഡ് LED ഡ്യുവൽ ഫംഗ്ഷനിങ് DRLs അവൈലബിൾ ആണ്. ഇത് നമുക്ക് LED DRLs ആയിട്ടും അതുപോലെ ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. ഹെഡ്ലൈറ്റ് വരുന്നത് പ്രൊജക്റ്റഡ് LED ഹെഡ് ലാമ്പ് ആണ്. താഴെ നമുക്ക് ഫോഗ് ലാംപ്സിനുള്ള പ്രൊവിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഫോഗ് ലാംപ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഒരു എംബ്ലം കാണാം. ബിക്കോസ് ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് താഴെ ഒരു 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അത് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് വരും. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീൽ ആർച്ച് കാണാം. അതിനകത്തൊരു ചെറിയൊരു കട്ടിങ്ങോടുകൂടി ഡിസൈനോടുകൂടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് കണക്റ്റഡ് ടു ദ ലാസ്റ്റ് എൻഡ് വരെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3990 mm ലെങ്ത്തും വിഡ്ത്ത് 1821 ഹൈറ്റ് 1647 mm ആണ്. വീൽ ബേസ് 2600 mm ആണ്. ഇത് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. കൂടാതെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 201 mm ആണ്. കൂടാതെ മനോഹരമായ ഡിസൈനോട് കൂടിയ പിയാനോ ബ്ലാക്ക് റൂഫ് റെയിൽസും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാം. വാഹനത്തിന്റെ ഏറ്റവും പ്രകടമായ വ്യത്യാസം വരുന്നത് ഇതിന്റെ കണക്റ്റഡ് LED ടെയിൽ ലാമ്പാണ്. ഇതൊരു യൂണിറ്റ് ആയിട്ട് ഫോം ചെയ്ത് ഒരു C-ഷേപ്ഡ് കർവിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഈ ഭാഗം ഇതിന്റെ ഏറ്റവും അധികം വിഡ്ത്ത് തോന്നിക്കുന്ന രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാക്ക് സൈഡിൽ XUV 3XO എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. അതോടൊപ്പം മഹീന്ദ്രയുടെ ഒരു ലോഗോ കാണാം. ഇത് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു കാഴ്ചയാണ്. AX5 എന്ന് പറയുന്ന ഈ വേരിയന്റ് മുതൽ നമുക്കൊരു സ്പോയിലേഴ്സ് വിത്ത് ബ്രേക്ക് ലൈറ്റ്സ്, അതുപോലെ ഡിഫോഗർ ലൈൻസ്, വൈപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 394 ലിറ്റർ ആണ്. ഇതിന്റെ 2 സൈഡിലും 2 ഹുക്സ് അവൈലബിൾ ആണ്. ഇതിന്റെ സ്പെയർ വീൽസ് ഇതിന്റെ അണ്ടറിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പെയർ വീൽ നോർമൽ ടയർ ആണല്ലേ? സ്പെയർ വീൽ വരുന്നത് നമുക്ക് നോർമൽ ആണ്. 2 ഹുക്സ് അവൈലബിൾ ആണ്.
കൂടാതെ ഇതിൻ്റെ സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. ഇത് നമുക്ക് ഓൾറെഡി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസ് കൂടുതലധികം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. റിയർ ബമ്പർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റിയർ ക്യാമറ കാണാം. അതുപോലെ റിഫ്ലക്റ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ സ്കിഡ് പ്ലേറ്റിനോട് സാമ്യം തോന്നുന്ന ഒരു എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കീലെസ് എൻട്രി ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡോർ സൈഡിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷോട് കൂടിയ കൺട്രോൾ സ്വിച്ചസ് കാണാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഫിനിഷ് ഉണ്ട്. താഴെ നമുക്ക് അത്യാവശ്യം ചെറിയ സ്പേസ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. ഡ്രൈവർ സീറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ്. ഇതുണ്ട്. ഇതിപ്പോ താഴത്തേക്ക് ഡൗൺ, പിന്നെ ഇത് അപ്പ്. കൂടാതെ ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഈ ബട്ടൺ. ഇത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിഗ്നലിലൊക്കെ എത്തി നമ്മൾ വെഹിക്കിൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ തന്നെ ഓഫ് ആവുകയും വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ട സമയത്ത് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എൻജിൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ചെയ്യുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിന് നമുക്ക് ഹിൽ ഡിസെന്റ് കൺട്രോൾസ് അവൈലബിൾ ആണ്. കുത്തനെയുള്ള ഇറക്കത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ ഇത് വളരെയധികം സഹായിക്കുന്നു. നമുക്ക് വാഹനം അഡീഷണൽ ഒരു ബ്രേക്കിംഗ് അവൈലബിൾ ആയിട്ട് കിട്ടും. MX സീരീസിലും AX5 സീരീസിലും ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ഫാബ്രിക് സീറ്റാണ് വരിക. AX7 മുതൽ നമുക്കൊരു വൈറ്റ് കളർ ലെതർ റൈറ്റ് സീറ്റ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഇൻസൈഡ് പോർഷനിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്തൊരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഒരുപാട് കൺട്രോൾ സ്വിച്ചസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നടുക്കൊരു മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിങ്ങും കാണാം. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസിൽ പ്രധാനമായിട്ടും വരുന്നത് ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസ് അവൈലബിൾ ആണ്. അതുപോലെ വോയിസ് കമാൻഡ് അലേർട്ട് ഉണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നതിനും കോൾ ഡിസ്കണക്ട് ചെയ്യുന്നതിനും വോളിയം അപ്പ് ആൻഡ് ഔട്ട് ചെയ്യുന്നതിനുമുള്ള സ്വിച്ചസ് എല്ലാം അവൈലബിൾ ആണ്. ഇതിനകത്ത് 10.25 ഇഞ്ചിന്റെ വലിയ ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം കാണാം. ഇതൊരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഈ ഫുൾ യൂണിറ്റ് വരുന്നത്. AC കൺട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ACയും ഡ്യുവൽ സോൺ ACയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അതുപോലെ ഡ്രൈവിംഗ് മോഡ്സിനുള്ള സ്വിച്ചസും അവൈലബിൾ ആണ്. താഴെ ഈ യൂണിറ്റിന്റെ താഴെ തന്നെ നമുക്ക് USB ചാർജിംഗ് പോർട്ടും അതുപോലെ വയർലെസ് ചാർജിംഗ് അവൈലബിൾ ആണ്. ഈ വേരിയന്റ് മുതൽ നമുക്ക് എൻജിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. ഈ വേരിയന്റ് മുതൽ നമുക്ക് മനോഹരമായ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ കാണാം. ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഡോർ വിൻഡോസ് തുറക്കുന്നതിൻ്റെയും ഡോർ പാഡ്സ് അടയ്ക്കുന്നതിൻ്റെയും ഓപ്പൺ ചെയ്യുന്നതിൻ്റെയും ക്ലോസ് ചെയ്യുന്നതിൻ്റെയും സിഗ്നൽസ് കാണാം. ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം കാണാം. അതിനകത്ത് നമുക്ക് ഡ്രൈവിംഗ് മോഡ്സിന് അവൈലബിൾ ആണ്. ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത്, പിന്നെ നമുക്കിവിടെ ഫീഡ്ബാക്ക്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാന സെറ്റിംഗ്സ്. ഓക്കെ, MX2 വേരിയന്റ് മുതൽ നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് അവൈലബിൾ ആണ്. ഓക്കെ, AX5 ലക്ഷറി മുതൽ നമുക്ക് സ്കൈ റൂഫും അവൈലബിൾ ആണ്. സ്കൈ റൂഫ് ഇൻ എ സെൻസ് നമുക്കൊരു പനോറമിക് സൺറൂഫ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ആംറെസ്റ്റും അതിനോടൊപ്പം ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്തൊരു കൂൾ ഗ്ലൗ ബോക്സും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ ബേസ് വേരിയന്റ് മുതൽ 6 എയർ ബാഗും ABS വിത്ത് EBD, ESP സ്യൂട്ട്, അതുപോലെ 4 വീൽ ഡിസ്ക് ബ്രേക്ക് എന്നിവ അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതിന്റെ മ്യൂസിക് സിസ്റ്റം. ഹർമൻ ഖാഡൻസിന്റെ മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. കൂടാതെ ഇതിനകത്തൊരു മാപ്പ് ലാമ്പും ഒരു സൺ ഗ്ലാസ് ഹോൾഡറും അവൈലബിൾ ആണ്.
ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നല്ല വിഡ്ത്ത് ഉള്ളത് കൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അതുപോലെ 3 ഹെഡ് റെസ്റ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ റിയറിൽ നമുക്കൊരു AC വെന്റും ഒരു USB പോർട്ട് ചാർജും മുകളിൽ ചെറിയൊരു റൂം ലാമ്പും അവൈലബിൾ ആണ്. എൻജിൻ സൈഡിൽ വരുമ്പോൾ നമുക്ക് പെട്രോളിൽ 2 ടൈപ്പ് ഓഫ് എൻജിൻസ് അവൈലബിൾ ആണ്. എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്രോളിൽ തന്നെ 1.2ന്റെ TCMP-F5 എഞ്ചിനും അതുപോലെ TGDI എഞ്ചിനും അവൈലബിൾ ആണ്. TCMP-F5 എഞ്ചിൻ 110 PS പവറും 200 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ TGDI എഞ്ചിൻ നമുക്ക് 130 PS പവറും 230 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡീസലിലേക്ക് വരുമ്പോൾ 1.5ന്റെ CRDA എഞ്ചിൻ ആണ് വരുന്നത്. അത് 116 PS പവറും 300 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും 3XO നമുക്ക് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് എ വെരി ഗുഡ് ത്രില്ലിംഗ് പെർഫോമൻസ്. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ടെസ്റ്റ് ഡ്രൈവിനോ ബുക്കിങ്ങിനോ വേണ്ടിയിട്ട് നമ്മുടെ AMPL മഹീന്ദ്ര കോതമംഗലം ഷോറൂമായിട്ട് ബന്ധപ്പെടുക. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മഹീന്ദ്ര XUV 3XOയെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കോതമംഗലത്തെ AMPL മോട്ടോഴ്സിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ലൈനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.